പെട്ടെന്ന് ആ വാക്യത്തിന്റെ കഥ കൊണ്ടുപോയി. ആമേ ഹല്ലേലൂയ. സന്ദർശന ദിവസത്തിനും ദൂരത്തിന് വരുന്ന വിനാശത്തിനും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആ സമയത്ത് ആരെടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരു മഹത്വമുണ്ട് അല്ലെ, ഒരു പദവിയുണ്ട്. ഞാൻ പറഞ്ഞത് ശരി തന്നെ, കുഴപ്പം ഇരുന്നോട്ടെ. പക്ഷെ എഴുതിയിരിക്കുന്നു നിങ്ങൾ അത് എവിടെ വച്ചുകൊള്ളും. മക്കളെ നമ്മളെ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശുദ്ധിയുടെ സുവിശേഷം ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും പോലും പറയുന്നുവെങ്കിൽ അവരെ തിരസ്കരിക്കാതെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. ഇല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റം അവരെ പറയുന്നത് തിരുവചനം എഴുതി വെച്ച വചനം ആമേ എക്സ്പീരിയൻസ് പിതാക്കന്മാർ മുഖാന്തരം 1-ാം നൂറ്റാണ്ടുകാർക്ക് മുഖാന്തരം അഭിഷക്തം വരെ അമ്മേ പത്രോസ് യോഹന്നാൻ ശിഷ്യന്മാർ മുഖാന്തരം പ്രസംഗിച്ചതും അവർ വെച്ച അതിലും അപ്പോസ്തലന്മാരുടെ നടപടി ക്രമപ്രകാരവും പരിശുദ്ധാത്മാവിന്റെ നിയോഗവും അവർ വെച്ച അതിന് പ്രകാരം ഈ കാലഘട്ടത്തിലും സാധാരണ വിശുദ്ധിക്ക് വേണ്ടി പോരാടുന്ന കുറച്ച് ദൈവദാസന്മാർ ഉപദേശിക്കുമ്പോ ഇപ്പോൾ ആ ഉപദേശം വേണ്ട. അതിനെ തള്ളി മാറ്റിയിട്ട് ഈ ഉപദേശത്തിൽ നിന്ന് പലരെയും ഈ പറഞ്ഞിടക്ക് ആമേ ഹല്ലേലൂയ ആമേ പാമ്പിന്റെ വാല് അല്ലെ, അതുകൊണ്ട് യഹോവ ഇസ്രായേലിന്റെ തലയും വാലും ബലപ്പെട്ട ദിവസം മൂപ്പനും ആനിപുരുഷനും തന്നെ തല അസത്യ ഉപദേശിച്ച പ്രവാചകൻ തന്നെ വാല്. പാമ്പിന്റെ വാലാണ് കള്ളപ്രവാചകന്മാർ. മൂപ്പന്മാർ അതിനെ അംഗീകരിക്കുന്നവർ, അംഗീകരിക്കുന്ന ദൈവദാസന്മാർ മൂപ്പന്മാർ. ആ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നാളെ മുതൽ ചർച്ചിലൂടെ ചെയ്തു വരുന്ന ചർച്ചില് ഇങ്ങനെയല്ല ആരാധന, നമുക്ക് ഇങ്ങനെ ആക്കാം. പണ്ട് ഇതാ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച മെസ്സേജ് തയ്യാറായിട്ടുണ്ട്. പിതാക്കന്മാർ വച്ച അതിൽ അതെന്താണ് പിതാക്കന്മാർ വെച്ചാൽ അത് ഇപ്പൊ ദൈവം വെച്ച അതിലുണ്ടോ പിതാക്കന്മാർ വെച്ച അതിലുണ്ടോ? രണ്ടാണോ? ഇല്ല, വ്യത്യാസമാണ്. ദൈവം വെച്ച അതിലുണ്ടാമേ പരിശുദ്ധമല്ല, സ്റ്റേബിളാണ്, വളരെ കറക്റ്റ് ആണ്. ആമേ ഞാൻ കടലിന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി മണൽ വെച്ച് അതിൽ വെച്ച് ഇതേപോലെ സ്ട്രോങ് ആയിട്ട് ദൈവം അത് വെച്ചിട്ടുണ്ടാമേ. ഇനി പിതാക്കന്മാർ വെച്ച അതിലൊന്നറിയാമോ? ഇതിൽ എഴുതപ്പെടാതെ തന്നെ ഇത്രയും കാര്യങ്ങള് പിതാക്കന്മാർ ആത്മാവിന് പ്രാപിച്ച് അവർ എഴുതി വെച്ച കാര്യം. ഞാൻ ചോദിക്കട്ടെ, വെള്ളി ശനി ഞായർ എവിടെയാ ഉപവാസം നടന്നത്? ആത്മാവ് പറഞ്ഞു. ഈ വെള്ളി ശനി ഞായർ അതൊരു പാരമ്പര്യം വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറ, ഇതെവിടെ നടന്നത്? പിതാക്കന്മാർ ആത്മാവിൽ പ്രാപിച്ച് വെച്ചത് അതിലെന്നെ അതിനെ മാറ്റരുത്. ആദിമ നൂറ്റാണ്ട് കാലഘട്ടം മുതലേ പിതാക്കന്മാർ വെച്ച അതിലാണോമേ. ഇനി നമുക്ക് പറയാം, ഓർണമെന്റ്സ് ഡയറക്റ്റ് തന്നെ ഊരി വെച്ച് സ്ഥാനപ്പെടുന്ന ആരാ വെച്ചത്? അതിന് പിതാക്കൾ വെച്ച് അതിലല്ലേ? ഇതിനകത്ത് അങ്ങനെ തന്നെ ഉണ്ടോ? പക്ഷെ വിശുദ്ധിയുടെ ദൂത പറഞ്ഞിട്ടുള്ളമേ. പക്ഷെ അവര് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, നിങ്ങൾ അത് ചെയ്യുക. പിതാക്കന്മാർ ആത്മാവ് പറഞ്ഞത് അവർ നിയോഗിച്ചത് എഴുതി വെച്ചിരിക്കുന്നു, അതൊരു അതിലാണ് അമ്മേ. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തിരി കാര്യങ്ങൾ ഞാൻ കേരളത്തിൽ കളക്ട് ചെയ്ത് ഒരു നല്ലൊരു മെസ്സേജ് ഞാൻ കളക്ട് ചെയ്തു. അങ്ങനെ പിതാക്കന്മാർ കൊണ്ട് രണ്ടാമത് എഴുതി വെച്ച കാര്യമാണ് ഇത്. ഇത്രയും വർഷം കൊണ്ട് പരിശുദ്ധർമ്മ സമ്മതിച്ച് എഗ്രി ചെയ്ത് സഭ നന്നായിട്ട് പോകുമ്പോൾ അതിനെ വെട്ടി മാറ്റുന്ന ചില പാമ്പിന്റെ വാല് കള്ളപ്രവാചകന്മാർ, അതിലൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൂപ്പന്മാര്. നമുക്ക് അങ്ങനെയൊന്നും വേണ്ടതേ. ഇന്നത്തെ കാലഘട്ടം ഇത് തിരിച്ചറിയണം. നീതിക്ക് വേണ്ടി പോരാടി നിൽക്കുന്ന അഭിഷക്തന്മാർ വിശ്വാസ മക്കളും തിരിച്ചറിയണം ഉപദേശം എവിടെ നിന്ന് വന്നു, എത്ര ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, അധർമ്മത്തിന്റെ വ്യാപാരം മുഴുവനത്തോട് ലോകത്തിറങ്ങിയിരിക്കുന്നു. അവൻ വിശുദ്ധന്മാരെ പോലും വീഴ്ത്തുന്ന രീതിയിലാണ് അവന്റെ പ്രവർത്തനം. നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വിശുദ്ധമായ പ്രമാണം തന്നിട്ടുണ്ട്, നമുക്ക് പിതാക്കന്മാർ വെച്ച് അതിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരു കുഴപ്പമില്ല. അന്ന് സഭയ്ക്ക് വർധനമുണ്ടായിരുന്നു, അന്ന് അഭിഷക്തമുണ്ടായിരുന്നു, ഇല്ല അഭിഷേകം പറയാം. ഇപ്പൊ കാത്തിരിപ്പ് പോലും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ശനിയാഴ്ച വരെ കാത്തിരിപ്പ് എന്നുള്ളത് ഒരു പ്രാർത്ഥന ബൈബിളിനകത്ത് ഉണ്ടോ?